ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡെയിലി റുട്ടീൻ വീഡിയോസിലോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ തീറ്റാക്കുടി കറക്കം ആ ഒരു സ്റ്റേജിൽ തന്നെയായിരുന്നു. വന്ന ക്യാബിന് പോയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് അപ്പച്ചമ്പും അങ്ങനത്തെ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വണ്ടിയുടെ പുറകിലിട്ടിട്ടാണ് പോയത്. കാരണം ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യങ്ങൾ നമ്മൾ സ്റ്റൗവൊക്കെ വേണേൽ കൊണ്ടുവരണമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ സ്റ്റൗവും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ പരിപാടി എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് തീറ്റ, കുടി, ഉറക്കം, കറക്കം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നിട്ട് നല്ല ഫോഗി ആയിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ അവിടെ തീ കായാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പൊക്കെ ആക്കിയെടുത്തു. നമുക്ക് എന്താ പറയുക, ഇവിടെ പുറത്ത് ഇട്ടാൽ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, വീടിനകത്ത് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ തോമസ് എഗ്ഗ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നത് എന്തോ എഗ്ഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ചിക്കൻ ഉച്ചയ്ക്ക് കഴിക്കാം. ഞാൻ പിന്നെ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ്, ഈ ഒരു ക്യാബിനകത്ത് ഫ്രിഡ്ജുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമായിരുന്നു. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കുറേ ഡിസ്പോസിബിൾ പാത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് കളയാനായിട്ടൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പച്ചമ്പി ഞാൻ കൊണ്ടുവന്ന കാര്യം വെച്ചാൽ ആവി കയറ്റാൻ. എൻ്റെ കയ്യിലല്ലാതെ സ്റ്റീമർ, നമ്മുടെ ഇലക്ട്രിക് സ്റ്റീമേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും പറ്റത്തില്ല, അകത്ത് പറ്റില്ലല്ലോ. അപ്പം ഞാൻ പുറത്ത് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പും ഒരു അപ്പച്ചമ്പ് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയൊക്കെ കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ ടെൻറ്റ് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ കിടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഭയങ്കര കൊതുകിൻ്റെ വല്ലാത്ത ശല്യമാണ്. പിന്നെ അകത്ത് ആവശ്യത്തിന് സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ സൈപ്രസ് ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ജിയോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഈ ഒരു പ്രയറി ലാൻഡിൽ ഇങ്ങനൊരു ഹിൽ സ്റ്റേഷൻ പോലെ നിൽക്കണ ഒരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 2-3 മണിക്കൂർ, 2.5 മണിക്കൂറൊക്കെ ദൂരമുള്ളൂ. പക്ഷെ ടോട്ടലി ഡിഫറെൻറ്റ് എന്താ പറയുക, ആ ഒരു ലാൻഡ്സ്കേപ്പേ ആണ്. ഇങ്ങനത്തെ ഈ ഒരു തരം മരങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്ന ആക്ച്വലി ഈ പ്രയറി ലാൻഡിൻ്റെ മിഡിലിൽ പണ്ടൊരു ഗ്ലേഷ്യർ തള്ളിപ്പോയപ്പോൾ ഈ ഭാഗം മാത്രം സ്പെയറായി പോയതാണെന്നാണ് അവിടെ അവർ ഹിസ്റ്റോറിയൻസൊക്കെ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ 1-2 വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ക്യാമറയിൽ അത്ര നന്നായിട്ടൊന്നും ആയിട്ടില്ല. ശരത്തിനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ആദ്യത്തെ കണ്ടത്. ഇങ്ങനെ സിനിമാറ്റിക്കായിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ശരത്തിൻ്റെ വക ടീച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വ്യൂ പോയിൻറ്റിലെത്തി, ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മാംഗോനെ ഒരു ഡോഗ് ഡേ കെയർ അല്ല, ഡേ നൈറ്റ് കെയർ, അവൻ്റെ ഒരു ബോർഡിങ്ങിലാക്കിയേക്കുക. പക്ഷേ ജിമ്മിന് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ നമ്മൾ പോകും. അപ്പം ആ മാംഗോനെ കാണാനായിട്ടുള്ള ഒരു കൊതിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഐസക്കിനെ ശരത്ത് ഫോട്ടോ അങ്ങനെയൊക്കെ പഠിപ്പിക്കുക. അപ്പം പിന്നെ പാറും അവർ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കാൻ പഠിപ്പീരും കാര്യങ്ങളൊക്കെ ആണ്. ഈ സൈപ്രസ് ഹില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ഇവിടെ പൊല്യൂഷൻ ഒട്ടും തീരെ പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ലിയറായിട്ട് സ്കൈ കാണാൻ പറ്റും. ഒരു 11 o'clock ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കൈ വാച്ചിങ് ആണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം നമ്മൾ ഈ ഇതിലൊക്കെ കാണില്ലേ, എന്താ പറയുക, നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനലിലൊക്കെ കാണുന്ന പോലെ ഈ മിൽക്കി വേ ഇങ്ങനെ ആ ഒഴുകി കിടക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അത് കാണാൻ പറ്റും. അപ്പം ശരത്തിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഇതുണ്ടായിരുന്നു ക്യാമറ. അപ്പോൾ അത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ഇട്ടു. പക്ഷേ അത്ര എൻ്റെ ഫോണിലെടുത്തപ്പോൾ അത്ര ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ കാണാനായിരുന്നു കേട്ടോ ഭയങ്കര രസം. നമ്മൾ ഈ മിൽക്കി വേ അതിൻ്റെ പാറ്റേൺസൊക്കെ പഠിക്കുകയല്ലേ ചെയ്യുക. പക്ഷെ അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് അത്ര ക്ലിയറായിട്ട്. ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ നമുക്ക് വേറെ ഭക്ഷണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഓൾറെഡി അധികം കുറേ നേരം കുക്കിങ്ങിനുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളോടൊരു ട്രെയിലിൽ നടക്കാൻ പോയി. ഒരു കാട് പോലത്തെ സ്ഥലമാണ്. അവിടെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നടപ്പ് തന്നെ പണി. വേറെ എന്താ പറയുക, ഹൈക്കിങ്, ട്രെയിൽ വാക്കിങ് ഇതൊക്കെ തന്നെയാണ് പണി ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഇത്രയും ക്ലിയറായിട്ട് ഭംഗിയായിട്ടുള്ള സ്ഥലം. പക്ഷേ കൊതുകിൻ്റെ ശല്യം കാരണം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരേണ്ടി വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ അധികം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുമായിരുന്നേ. മന്തി മസാല പോലെ ആക്കിയിട്ട് നമ്മൾ തന്നെ മേടിച്ചിട്ടല്ല, നമ്മൾ തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്ത്
നല്ല ഗ്രില്ലിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഗ്രില്ല് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു അപ്പച്ചമ്പിനകത്ത് സ്റ്റീമർ വേറെ മേടിക്കുകയായിരുന്നു ചെയ്തത്. അതിനകത്ത് നമ്മൾ ബിരിയാണി എന്തെല്ലാം മേടിച്ച് ഫ്രിഡ്ജ് വെച്ചില്ല, അത് ഞാൻ ആവി കയറ്റിയെടുത്തു. മൈക്രോവേവിൽ നമ്മൾ സാധാരണ വീട്ടിൽ വെച്ച് വയ്ക്കാമല്ലേ, പക്ഷേ ആവി കയറ്റുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് ബിരിയാണി വരുന്നതെന്ന് തോന്നി. നമ്മൾ ക്യാമ്പിന് പോയാലും എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ പുറത്ത് വെച്ചിങ്ങനെ കുക്ക് ചെയ്യുമ്പം കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ ഈ താമസിക്കുന്ന ക്യാബിൻ്റെ അപ്പുറത്ത് ഹിന്ദിക്കാർ നേപ്പാളീസാണ്, അതിനപ്പുറത്ത് വേറൊരു സ്ഥലത്തു നിന്ന് വന്നേക്കുന്ന ഇംഗ്ലീഷുകാരായിരുന്നു. പക്ഷേ എല്ലാവരും അവരവരുടെ കുക്കിങ്ങും സാധനങ്ങളൊക്കെ ചെയ്യാണ്. നമ്മുടെ ഇന്ത്യൻ കുക്ക് ചെയ്യുമ്പോഴല്ല കേട്ടോ അതിൻ്റെ മണം. കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മണം ഭയങ്കര നല്ലതാണ്. നല്ലതെന്ന് വെച്ചാൽ നമുക്ക് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഈ ഉടുപ്പിലും മുടിയിലും ജാക്കറ്റിലും ഒക്കെ പിടിച്ച് കഴിയുമ്പം ഈ കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട മണം പിടിക്കുമ്പോഴുള്ള അതിനെയാണ് ഈ കറി സ്മെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു, അത് നാളെ ദിവസം വീഡിയോയിൽ ആരും ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അല്ലാണ്ട് കുക്ക് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ മണമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് പുറത്ത് നിന്നിട്ടാണ്. നമ്മൾ വേറെ സാധനങ്ങളൊന്നും കുക്ക് ചെയ്യുന്നില്ലല്ലോ. ഓൾറെഡി എല്ലാവരും ഗ്രില്ല് ചെയ്യും, പിന്നെ ഒന്ന് ആവി കയറ്റി, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നേ, ഫ്രോസൺ ആയിരുന്നു. ഇവിടുത്തെ ഫ്രിഡ്ജിലാണ് കൊണ്ടുവച്ചപ്പോൾ കറക്റ്റ് സമയമാകുമ്പോൾ നല്ല തോടായി. അത് ഞാൻ ഇത്തിരി ആ ഒരു ചിക്കൻ ഉണ്ടാക്കിയ പാത്രത്തിലോട്ട് ഇത്തിരി ഉപ്പും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോട്ടേ പോലെ ആക്കിയെടുത്തു. അപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ് മീൽ ക്യാമ്പിന് പോയപ്പോഴും കഴിക്കണ അവസ്ഥയായി. അല്ല, നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇതാ ഇങ്ങനത്തെ, പക്ഷേ ആ ഒരു ഗ്രില്ല് മേടിച്ചത് അങ്ങ് നാശമായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇതെനിക്ക് തോന്നുന്നത് മനുവോ ശരത്തോ ആരാണ്ടും സിനിമാറ്റിക് വ്യൂവിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ട് എടുക്കണമെന്ന് തോന്നുന്നു. പിന്നെന്താ, അങ്ങനെ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞല്ലോ കുക്കിംഗ്. ഇനിയിപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ ടേബിളിൽ ഇടാൻ വേണ്ടി ഒരു ടേബിൾ ക്ലോത്ത് പോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ അവിടെയൊക്കെ പക്ഷികളോ പ്രാണികളൊക്കെ വന്നിരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ ചൂട് വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഡോളർ സ്റ്റോറിൽ നിന്നൊരു സാധാരണ ഇത് മേടിച്ചിട്ട് പോയതാണ്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്നും പിള്ളേരൊന്നും കഴിച്ചില്ല കേട്ടോ. ചിക്കനൊക്കെ അവർ കഴിച്ചു. പക്ഷെ നമ്മൾ പിന്നെ പിള്ളേർക്ക് ഫ്രൈഡ് റൈസും അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സുമോ കുറച്ച് ഇതൊക്കെ തണ്ണിമത്തനൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചു. അപ്പം ചിലപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും. അല്ലാതെ ഇടയ്ക്ക് വന്ന് കാണുന്നവരാണെങ്കിൽ തോമസിൻ്റെ സിസ്റ്ററും ഫാമിലിയും വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെക്കേഷൻ്റെ പാട്ട് കുറച്ച് 2 ദിവസത്തേക്ക് അവർ എന്താ പറയുക, പെട്ടെന്ന് വന്നു ജോലിക്കിടയ്ക്ക്. കൊച്ചിന് അവധിയാണല്ലോ, അവർക്ക് ജോലിയുണ്ട്. അപ്പം പണ്ട് അവർ വർക്ക് ഫ്രം ഹോമൊക്കെ ആയിരുന്ന സമയത്ത് മിക്കവാറും ഒത്തിരി ദിവസങ്ങൾ നിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി. അപ്പം നമ്മൾ ഒരാഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് പോലെ തോന്നും കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാം കിടക്കുക. പാവ സുമയുടെ മേളത്ത് 2-3 പിള്ളേരുണ്ട്. ഇവരെല്ലാം ഭയങ്കര ക്ലിങ്ങീസാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം ഒന്ന് കിടന്ന്, നല്ല ചൂടായിരുന്നു ഈ വർഷം. ഉച്ച സമയം 30 ഡിഗ്രിക്ക് മേളിൽ പോകും. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനെയാണ് പിന്നെ ഒന്ന് പൊങ്ങിയത്. കുറേ നേരം റെസ്റ്റും കിടപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ വേറൊരു ലേക്ക് സൈഡുണ്ട്, അവിടെ ഒന്ന് വാക്ക് ചെയ്യാം അല്ലെങ്കിൽ ബോട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ പോയത്. പക്ഷെ ഞങ്ങൾക്കങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 5 മണിയായപ്പോൾ ബോട്ടിങ് അതിൻ്റെ റെൻറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ അടച്ചു കേട്ടോ. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 6 മണിയൊക്കെ ആയി. ഇങ്ങനെ പ്രകാശം കണ്ടിട്ട് നോക്കണ്ട, ഭയങ്കര വെയിൽ പോലെ തോന്നും. പക്ഷേ എന്താ പറയുക, സന്ധ്യയുടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാരൊക്കെ വേറെ സ്ഥലത്തു നിന്നൊക്കെ അവരുടെ എന്താ പറയുക, ഈ ഒരു ഇതൊക്കെ ചെയ്യുന്ന സാധനങ്ങളെ കൊണ്ട് മോട്ടോർ ബോട്ട്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വാട്ടർ പ്ലേക്കൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഈ അധികം ഇല്ലാത്തൊരു വീക്ക് ഡേയ്സിലാണ് നമ്മൾ പോയത്. വീക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീച്ചുണ്ട്, അവിടെയൊക്കെ ഭയങ്കര തിരക്കാവും. പക്ഷേ ബീച്ചിലിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ബീച്ചിലിറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിന് റിംഗ് വേം ഇങ്ങനെ അലർജി വന്നു. പിന്നെ എനിക്കൊന്നും സ്വിം ചെയ്യാനോ അറിയത്തുമില്ല. അതുകൊണ്ട് വെള്ളത്തിനോട് വലിയ ആക്രാന്തം ഈ 1-2 വർഷമായിട്ട് ഇപ്പോൾ ഇല്ല. കാരണം ഈ നല്ല വെള്ളം അല്ലെങ്കിൽ റിംഗ് വേം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങുന്നതാണ്, പക്ഷേ എനിക്ക് ഇറങ്ങാനായിട്ട് ഒരു മടി. പിന്നെ നമ്മളതിന് പ്രിപ്പയർഡും ആയിരുന്നില്ല. ഇത്ര നല്ലൊരു ബീച്ച് നമ്മളതിന് മുമ്പ് വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഈ സൈപ്രസ് ഹില്ലിൽ ആ ഭാഗത്തോട്ട് വരുന്നവരുണ്ടെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഹൈക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും പിന്നെ വാട്ടർ പ്ലേക്കുള്ള സ്വിം സ്യൂട്ടും സാധനങ്ങളൊക്കെ എടുത്താൽ നല്ലതായിരിക്കും. നമ്മൾ അങ്ങനൊരു പ്രിപ്പറേഷൻ ഇല്ലായിരുന്നത് കൊണ്ട് അത് നടന്നില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു ബോട്ട് ഞാൻ പറഞ്ഞില്ല, ബോട്ടിൻ്റെ സമയവും കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ
ഇടയ്ക്ക് പറയാറുള്ള പോലെ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളിലും കൂടുതൽ ഇങ്ങനെ സൈലൻ്റായിട്ട് വാച്ച് ചെയ്തിരിക്കുന്നതിനും ഒരു ഫണ്ണുണ്ടല്ലോ. അപ്പോൾ കുറേ നേരം നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ പഴയ ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ശരിക്കും സന്തോഷമല്ലേ ഡോക്യുമെൻറ്റ് ചെയ്തിടുമ്പോൾ. ഞാനിപ്പം ചാനൽ തുടങ്ങിയിട്ട് എത്രയോ കാലമായല്ലോ, കുറേ വർഷമായി. അപ്പം ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സമയത്തുള്ള വീഡിയോസൊക്കെ തിരിച്ച് നോക്കുമ്പോൾ നമുക്കെന്താ പറയുക, ലൈഫിൻ്റെ ഓരോരോ മൈൽ സ്റ്റോണോ അല്ല നമ്മൾ പോയ വഴികളൊക്കെ നമുക്ക് തന്നെ കാണാനൊരു സന്തോഷം. അപ്പം ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണെന്നറിയാം ഇങ്ങനത്തെ വീഡിയോസും അല്ലെങ്കിൽ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഇപ്പോൾ സമ്മറാണ്, അതുകൊണ്ട് ഭയങ്കര വേറൊരു റുട്ടീനാണെന്ന് വേണേൽ പറയാം. അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്താ പറയുക, മോസ്റ്റ്ലി നമ്മുടെ ചാനലിൽ വരുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഓർ റുട്ടീൻ വീഡിയോസ്, ക്ലീനിങ്, കുക്കിംഗ്, അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ ആണ്. അപ്പം ഇപ്പോൾ അടുപ്പിച്ച് കുറച്ചായിട്ട് സമ്മർ ആകുമ്പോഴത്തേന് ഞാൻ പറഞ്ഞല്ലോ, വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെക്കേഷൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ റുട്ടീൻ ഇല്ലായ്മയാണ് നമ്മുടെ റുട്ടീൻ. കുറച്ച് എപ്പോഴേലും എണീക്കും, എപ്പോഴേലും കിടക്കും. പിന്നെ പിള്ളേർക്ക് സ്വിമ്മിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പം നന്നായിട്ട് സമയം നല്ല വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് ഫിഷിങ് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. പിറ്റേ ദിവസം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകേണ്ടതാണ്. പിറ്റേ ദിവസം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വല്ല ആ സമയം അപ്പോൾ ആകെ മടുത്തു. പക്ഷേ നാളത്തെ ഞാനിപ്പോൾ മനുവും കൂടി ഇരുന്ന് പറയാണ്, നാളെ മാംഗോനെ പിക്ക് ചെയ്യണം, അവളെ കാണാൻ വേണ്ടിയിട്ട് കൊതിയായിട്ട് വയ്യ എന്നുള്ളത്. പിന്നെന്താ പറയുക, തിരിച്ച് പോകുന്ന വഴിക്ക് റോഡ് നിറയും പശുക്കൾ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കണം, നമ്മളെ വിടാനേ സമ്മതിക്കില്ല. നമ്മൾ നിർത്തിയിടേണ്ടി വന്നു. നിർത്തിയിട്ടപ്പോഴത്തേന് ഞാൻ എന്താ പറയുക, ആകെ ഇതിൻ്റെ ചുറ്റും പശുക്കളായിരുന്നു. പിന്നെ അവർ അങ്ങോട്ട് പുറത്തോട്ട് പോയി. അത് പറഞ്ഞാൽ അവരിങ്ങനെ ഫ്രീ റേഞ്ചായിട്ട് മേഞ്ഞ് നടക്കുന്ന പശുക്കളുടെ സ്ഥലമായിരുന്നു. അത് നമുക്കവിടെ വണ്ടി ഓടിക്കാം, പക്ഷേ പശുക്കളെ കാണുമ്പോൾ നിർത്തിയിട്ട് സേഫായിട്ട് പോകാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ടോ വണ്ടിയുടെ ഒരു അവസ്ഥ, 2 വണ്ടി നല്ല ചെളി പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 1-2 ഓഫ് റോഡ് അതൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. സാധനങ്ങളെല്ലാം പിറ്റേ ദിവസമാണ് കേട്ടോ, എല്ലാം പാക്ക് ചെയ്തു. 2 വണ്ടിയിലും കൊള്ളാവുന്ന നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. മാംഗോനെ കൊണ്ടുപോയി നന്നായി തോന്നി, കാരണം അവൾക്കാണെങ്കിൽ കുറേ സ്പേസ് വേണം വണ്ടിക്കകത്ത്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി, അവിടെ പോയിട്ട് നമ്മുടെ മാംഗീനെ പിക്ക് ചെയ്തു. അയ്യോ, അവൾ പിന്നെ ഇത് ഭയങ്കര ക്വയറ്റായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, ഇതിൻ്റെ പിറ്റേ ദിവസം ശരത്തും സുമയും പോയി കേട്ടോ. പാറും പോയി, ജിമ്മിയും പോയി. അപ്പം ഇവളങ്ങ് ക്വയറ്റെന്ന് പറഞ്ഞാൽ 2 ദിവസം ഞങ്ങൾ വെച്ച് പട്ടിക്ക് ഡിപ്രഷനായോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവൾ ബാക്ക് ടു നോർമലായിട്ടോ. അവളെ സംബന്ധിച്ച് അവളിങ്ങനെ തെറിച്ച് നടക്കണ ഒരു ഡോഗാണ് കേട്ടോ. അവൾക്ക് എപ്പോഴും കളിക്കണം, നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കണം, നമ്മുടെ അനങ്ങിയുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ ഒരു പങ്ക് വേണം. പിന്നെ കൊടുത്തില്ലെങ്കിൽ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാന്തല്ല, ഇങ്ങനെ ഒരു കൈ പൊക്കിയിട്ട് നമ്മളെ വിളിക്കും, അല്ല താടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തൊടയിൽ വെച്ച് അമർത്തും. അതായത് വിളിച്ചിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ നമ്മുടെ ക്യാമ്പും അവസാനിച്ചു. അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ.